Hello guys, welcome back to my YouTube channel. Soft voice, strong soul, infinite spark. Welcome to Midnight Star. അപ്പം ലോക ചാപ്റ്റർ 1 ചന്ദ്ര വളരെ സക്സസ്ഫുൾ ആയിട്ട് തിയേറ്ററിൽ ഇപ്പോഴും ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ്. മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു ചിത്രം തന്നെയാണ് ലോക എന്ന് പറയുന്ന ദുൽഖർ സൽമാൻ പ്രൊഡക്ഷനിൽ പുറത്തിറങ്ങിയിട്ടുള്ള കല്യാണി പ്രിയദർശൻ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ലോക ജനഹൃദയങ്ങൾ കീഴടക്കിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും ഈ ഒരു സിനിമ കണ്ടിരുന്നു, ഫാമിലി ആയിട്ട് പോയിട്ടാണ് കണ്ടത്. അപ്പം ഈ ഒരു സിനിമ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കണ്ടിട്ട് കുറച്ച് തീവ്ര ഹിന്ദു വിരുദ്ധതയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് സംഘടനകൾ, അതായത് ചുരുക്കി പറഞ്ഞാൽ സംഘികൾ, ഈ ഒരു സിനിമയ്ക്കെതിരെ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഈ ഒരു സിനിമേനെ അടിച്ചു താത്തണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവർ ഈ ഒരു സിനിമയ്ക്കെതിരെ, ഇതിൽ ഹിന്ദു മതത്തിനെതിരെയാണ് ഇവർ ഈ ഒരു സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ഇവർ പറയണത്. അതായത് മുസ്ലിം ആയിട്ടുള്ള പ്രൊഡ്യൂസറും ക്രിസ്ത്യാനി ആയിട്ടുള്ള ഡയറക്ടറും ചേർന്നിട്ട് ഹിന്ദുക്കളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു സിനിമയിലൂടെ ചെയ്തിട്ടുള്ളത്. ഹിന്ദു ടെമ്പിളൊക്കെ ഒരു ഹിന്ദുവിനെ കൊണ്ട് തന്നെ ഇതിൽ കത്തിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചുമ്മാ അങ്ങ് പറഞ്ഞ് ഓരോരോ പോസ്റ്റുകൾ അങ്ങ് പറഞ്ഞിടുന്നു. ഈ ഒരു സിനിമ കണ്ടൊരു വ്യക്തി എന്ന നിലയിൽ ഈ ഒരു സിനിമയിൽ ഒരു ഹിന്ദു വിരുദ്ധതയും കാണിക്കുന്നില്ല, ഒരു ഹിന്ദു വിരുദ്ധതയും ഈ ഒരു സിനിമയിൽ കാണിക്കുന്നില്ല. അല്ലെങ്കിലും സിനിമയിൽ എന്തിനാണ് ഈ ഒരു ജാതി മതമൊക്കെ നോക്കാൻ നിൽക്കുന്നത്? ഇപ്പം പ്രൊഡ്യൂസർ ഒരു മുസ്ലിം ആയതും ഡയറക്ടർ ഒരു ക്രിസ്ത്യാനി ആയതും ഇപ്പം ആക്ട് ചെയ്തതിൽ മുസ്ലിം ഉണ്ട്, ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇതൊക്കെ എന്തിനാണ് നോക്കണത്? ഇതൊരു കലാപരമായിട്ടുള്ളൊരു സൃഷ്ടിയാണ് സിനിമ എന്ന് പറയണത്. അപ്പം അതിലെന്തിനാണ് ജാതിയും മതവും ഒക്കെ നോക്കാൻ നിൽക്കണത്? ഒരു സിനിമ ഇറങ്ങി, അത് നല്ലതാണെങ്കിൽ പോയി കാണുക, കണ്ട് ആസ്വദിക്കുക, ചിരിക്കാനുണ്ടെങ്കിൽ ചിരിക്കുക, നമുക്ക് ഇമോഷണലി കണക്ഷൻ വരുന്നുണ്ടെങ്കിൽ അത് എൻജോയ് ചെയ്യുക. അത്രയല്ലേ ഉള്ളൂ ഒരു സിനിമ എന്ന് പറയണത്. ഇതിലിപ്പം ജാതി മതമൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്താ ഉള്ളത്? ഈ ഒരു സംഭവം, ഈ ഒരു ഹിന്ദുവിനെതിരെയാണ് ഈ സിനിമ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള ആരും തന്നെയല്ല, നോർത്തിൽ നിന്നാണ് ഈ ഒരു സംഭവം കുരുപൊട്ടി വന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, അതായത് ഈ ഒരു സിനിമ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത ആരൊക്കെയോ ചെയ്ത പണിയാണ്. നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. വളരെ ചെറിയ ബഡ്ജറ്റിലാണ് ഈ ഒരു ലോക എന്ന് പറഞ്ഞിട്ടുള്ള മൂവി അവർ ഉണ്ടാക്കിയിട്ടുള്ളത്, അതും നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിൽ. അതായത് 30 കോടിയിലൊക്കെ ഇറക്കിയിട്ടുള്ള ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിൽ, ഇതിലും കൂടുതൽ ക്വാളിറ്റിയിലൊന്നും ഒരു സിനിമ ഇറക്കാൻ പറ്റില്ല. അതുപോലുള്ള ക്വാളിറ്റിയിൽ ഈ ഒരു ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റില്ല. അതുപോലത്തെ നല്ല ക്വാളിറ്റിയിലാണ് ഈ ഒരു സിനിമ ഇറക്കിയിട്ടുള്ളത്. അപ്പം 500, 600, 700 കോടികളൊക്കെ വളരെ ഒരു പടക്കം പൊട്ടിക്കുന്ന ലാഘവത്തോടെ പൊട്ടിച്ചിട്ട് സിനിമ ഇട്ട് നല്ല പൊട്ടി വെട്ടിയിലേക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എവിടെ? നോർത്തിൽ, നമ്മളെവിടെയല്ല, നോർത്തിൽ. അപ്പം ആ ഒരു സംഭവങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് നോക്കുമ്പം അവർക്ക് നോർത്തിലെ, ഇപ്പം ആക്ച്വലി എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു നടനുണ്ടായിരുന്നില്ലേ സുശാന്ത് സിംഗിൻ്റെ മരണത്തോട് കൂടിയിട്ട് പിന്നെ ആ ഒരു നോർത്ത് സൈഡിൽ നിന്ന് ഒരു സിനിമയും നല്ല രീതിയിൽ വിജയിച്ച് വന്നിട്ടില്ല. ഒരു സിനിമ ഷാറൂഖ് ഖാൻ്റെ ജവാൻ എന്ന് പറയുന്ന സിനിമ വിജയിച്ചെങ്കിലും അതിൻ്റെ ഡയറക്ടർ അറ്റ്ലി ആയിരുന്നു, അതായത് തമിഴിൽ നിന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തായാലും ഈ ഒരു സുശാന്ത് സിംഗ് എന്ന് പറയുന്ന ആ ഒരു നടനെ എന്താ പറയുക, ഇല്ലാതാക്കിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു നടൻ്റെ മരണത്തോട് കൂടിയിട്ട് ബോളിവുഡ് ഇൻഡസ്ട്രി മൂക്കുകുത്തി വീണു എന്ന് വേണമെങ്കിൽ പറയാം. അവിടുന്ന് വീണ്ടും ഒരു ഹിറ്റ് പിന്നെ വന്നിട്ടില്ല. ആ ഒരു നടൻ്റെ ശാപോ എന്തെങ്കിലുമൊക്കെ ആവും അല്ലേ? അപ്പം അതിൻ്റെ പേരിൽ അവിടുന്ന് ഒരുപാട് ഇങ്ങനത്തെ സിനിമകളൊക്കെ അവർ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും അവർ ഹിന്ദു വിരുദ്ധതയൊന്നും കണ്ടിട്ടില്ല. കാരണം അത് ആൾക്കാർ കണ്ടിട്ടില്ല. ജനങ്ങൾ കണ്ടാലല്ലേ ആ ഒരു കാട്ടുതീ പോലെ ഈ ഒരു ആശയങ്ങളൊക്കെ പടർന്ന് പോവുള്ളൂ. ഈ ഒരു സിനിമ ലോക എന്ന് പറയുന്ന സിനിമ കണ്ടു, പല രീതിയിൽ നല്ല നല്ല റിവ്യൂസ് നോർത്തിൽ നിന്ന് തന്നെ വന്നതുകൊണ്ട് അവർക്ക് ഇത് കണ്ടിരിക്കാൻ പറ്റണില്ല. അതും ഇത്രയും ചെറിയൊരു ബഡ്ജറ്റിൽ ഇറക്കിയ പടം അവർക്ക് കണ്ടിരിക്കാൻ പറ്റണില്ല. ഇത് കോടികൾ കൊയ്യുന്നത് കണ്ടിരിക്കാൻ പറ്റണില്ല. അപ്പം എങ്ങനെയും ഇതിലൊന്ന് സ്പോയിൽ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇപ്പം നമുക്കിത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊക്കെ നാഷണൽ അവാർഡ് വന്നപ്പം അന്തം വിട്ട് പോയിട്ടുണ്ട്. കൊടുക്കേണ്ട ആൾക്ക് നല്ല രീതിയിൽ നാഷണൽ അവാർഡ് ഇവർ കൊടുത്തിട്ടില്ല.
നമ്മളെല്ലാവരും ആടുജീവിതം എന്ന് പറയുന്ന സിനിമയിൽ പൃഥ്വിരാജിന് ഈ ഒരു നാഷണൽ അവാർഡ് കിട്ടും, ബെസ്റ്റ് ആക്ടറിനുള്ള നാഷണൽ അവാർഡ് എന്തായാലും കിട്ടുമെന്ന് നമ്മളൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നു. ആ ഒരു സിനിമ ഇറങ്ങിയപ്പം പലരും ഇത് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവരൊരു ഹിന്ദു വിരുദ്ധനാണെന്ന് പറഞ്ഞിട്ട്, ഒരു ഹിന്ദു വിരുദ്ധ ആയിട്ടുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഈ ഒരു സംഭവം കൊടുത്തിട്ടില്ല, നാഷണൽ അവാർഡ് കൊടുത്തിട്ടില്ല. അത് വേറൊരു നടനാണ് കൊടുത്തത്. എന്തുണ്ടാക്കിയിട്ടാണ് ആ നടന് നാഷണൽ അവാർഡ് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കൊടുക്കേണ്ട ആൾക്ക് കൊടുക്കാതെ എന്തൊക്കെയൊക്കെയോ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്ക് കൊടുക്കേണ്ട കാര്യം എന്താ ഉണ്ടായിരുന്നത്? അപ്പം അതൊരു സംഭവം തന്നെയാണ്. അവരുടെ ആ ഒരു കുരുപൊട്ടലിന്റെ ഇഫക്റ്റാണ്, ആഫ്റ്റർ ഇഫക്റ്റാണ് ഈ ഒരു ലോക എന്ന് പറയുന്ന മൂവിനെ അടിച്ചു താഴ്ത്താനുള്ള ശ്രമം. പക്ഷേ സംഘികൾക്ക് തെറ്റി. അവരെന്ത് സിനിമയ്ക്ക് എതിരെ പറയണോ ആ സിനിമ ഇവിടെ കയറി കൊളുത്തും. നല്ല രീതിയിൽ ആ സിനിമ റീച്ച് ആവുകയും ചെയ്യും, ആൾക്കാരിലേക്ക് എത്തുകയും ചെയ്യും, നല്ല രീതിയിൽ കളക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ലോക ഇപ്പം ഓരോ ദിവസം ചെല്ലും തോറും ഇഷ്ടം പോലെ ആൾക്കാർ ടിക്കറ്റ് കിട്ടാൻ നിൽക്കുന്നു. എല്ലായിടത്തും ഹൗസ്ഫുൾ ആണ് ഷോ. അങ്ങനെയാണ് പോണത്. ഞങ്ങൾ കാണാൻ പോയപ്പോഴും ഷോ ഹൗസ്ഫുൾ ആയിരുന്നു. അപ്പം അങ്ങനെയാണ് ലോക മൂവിയുടെ മുന്നോട്ട് പോക്ക്. അപ്പം ഇവരോടൊക്കെ പറയാനുള്ളത്, സംഘികളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ എന്ത് കണ്ണു വെച്ചിട്ടാണ് ഈ ഒരു സിനിമയൊക്കെ കാണാൻ പോണത്? സിനിമ എന്ന് പറയണത് അതൊരു കലയാണ് അല്ലെ, ഒരു ദൃശ്യവിസ്മയം, ഒരു കല. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത് കലയെ തന്നെയാണ്. അത് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാൻ ശ്രമിക്കുക, ചീത്തയാണെങ്കിൽ ചീത്തയാണെന്ന് പറയാൻ ശ്രമിക്കുക, കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയാൻ ശ്രമിക്കുക. അല്ലാതെ അതിലെന്തൊക്കെ കുത്തിത്തിരിക്കാൻ പറ്റുമോ അതൊക്കെ കുത്തിത്തിരിക്കുകയാണ് ഇവർ നോക്കുന്നത്. അപ്പം ഇവരുടെയൊക്കെ ബുദ്ധിയൊക്കെ മരവിച്ച് കിടക്കണമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഉള്ളിൽ പോയിട്ട് ജാതി ഉണ്ടോ, മതം ഉണ്ടോ, എന്തൊക്കെ ഉണ്ട്, ഇതൊക്കെ നോക്കണം. ഇവരോടൊക്കെ എന്താണ് പറയേണ്ടത്? ഒന്നും തന്നെ പറയാനുള്ള. ഇവരൊക്കെ ഇപ്പോഴും പൊട്ടകറ്റ് കിടക്കുന്ന തവളേനെ പോലെ അങ്ങനെ മേപ്പോട്ട് നോക്കി നിൽക്കുക മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഈ ഒരു ലോക മൂവി ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കുക, ടിക്കറ്റ് ബുക്ക് ചെയ്യുക, കാണുക. നിങ്ങൾ ഈ ഒരു ടിക്കറ്റിൻ്റെ പൈസ ഒരിക്കലും മിസ്സാവില്ല. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുട്ടി ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, മുതിർന്നവരായിക്കോട്ടെ, ആർക്കാണെങ്കിലും ഈ ഒരു സിനിമ ഇഷ്ടപ്പെടും. സ്റ്റോറി വൈസ് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള, ചെറുപ്പം മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി. അതൊക്കെ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ, കണ്ടോളൂ. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫാമിലിൻ്റെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണ്. അപ്പം എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.